ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേഴ്സുമാർക്ക് കൂടുതൽ അവസരങ്ങളുമായിട്ട് വെയിൽസ് വന്നിരിക്കുകയാണ്. വെയിൽസിലേക്ക് ഡോക്ടർമാരും നേഴ്സുമാരും അടക്കം കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുമെന്ന് വെയിൽസ് ആരോഗ്യ വകുപ്പ് മന്ത്രി ജെറമി മൈൽസ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പൊ വെയിൽസില് നഴ്സുമാർക്ക് കൂടുതൽ അവസരം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാവാൻ പോവുകയാണ്. പ്രതിവർഷം 250 പ്രൊഫഷണലുകളെ നിയമിക്കാൻ വെയിൽസുമായി 2024 മാർച്ചിൽ നോർക്ക ധാരണാ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു. റിക്രൂട്ട്മെന്റ് നടപടികൾ സമയബന്ധിതമായി നടന്നതിനാൽ 352 നഴ്സുമാർക്ക് അധികമായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. 94 പേര് നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. 31 ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 21 പേർക്ക് ഉടൻ നിയമനം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 30ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് മാർച്ച് 7 ഓൺലൈൻ ഇന്റർവ്യൂ നടത്തും. വിവിധ തസ്തികകളിലായിട്ട് 500ഓളം പേർക്കാണ് ഇതുവരെ വെയിൽസിൽ നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇനിയും നിയമനങ്ങൾ ലഭിക്കുമെന്നാണ് വെയിൽസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജർമ്മനിയിലെ നഴ്സിംഗ് പഠനം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ജർമ്മനിയിൽ സ്റ്റൈപ്പൻഡോടെ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരം ഒരുക്കുന്ന നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാർച്ച് 5 തിരുവനന്തപുരത്ത് ഇൻഫോ സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 2ാം ബാച്ചിൽ ഒഴിവുള്ള 20 സ്ലോട്ടുകളിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ബയോളജി ഉൾപ്പെടുന്ന സയൻസ് സ്ട്രീമിൽ +2 60% മാർക്കുള്ള ജർമ്മൻ ഭാഷയിലെ B1 അല്ലെങ്കിൽ B2 ലെവൽ പാസ്സായവർക്കാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ പങ്കെടുക്കാൻ കഴിയുക. വെരിഫിക്കേഷൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാർച്ച് 6 മുതൽ 11 വരെ നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. മാർച്ച് 6 മുതൽ 11 വരെയാണ് ഇന്റർവ്യൂ നടക്കുക. തിരുവനന്തപുരം TMG ജംഗ്ഷനിലെ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഹാളിൽ രാവിലെ 9 തന്നെ എത്തിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ വിശദമായ CV, മോട്ടിവേഷൻ ലെറ്റർ, ജർമ്മൻ ഭാഷാ യോഗ്യത, മുൻ പരിചയം, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഹാജരാക്കണം. ഓക്കെ. പ്രായപരിധി പറയുന്നുണ്ട്. 18നും 20നും ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.norcaroots.org എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.niflnorcaroots.org എന്നുള്ള വെബ്സൈറ്റിലും നോക്കിയാൽ മതിയാകും. ഫോൺ നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 0471277056 അല്ലെങ്കിൽ 539. ഓക്കെ. അതുപോലെ തന്നെ അടുത്തതും നഴ്സിംഗ് പഠനം അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് എയിംസിലൊക്കെ നഴ്സിംഗ് ഓഫീസർ ആകാനുള്ളവർക്കുള്ള ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. നോർസെറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. നോർസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നോർസെറ്റ് എന്ന് പറയുന്നത്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ എയിംസുകളിലെ ഒഴിവുകളിലേക്കാണ് മാർച്ച് 17 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ BA രജിസ്റ്റേർഡ് ആസ് എ നഴ്സ് ഓർ എ നഴ്സ് ആൻഡ് എ മിഡ്വൈഫ് വിത്ത് സ്റ്റേൽ ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? കുറഞ്ഞത് 50 കിടക്കകളുള്ള ആശുപത്രിയിൽ 2 വർഷ പരിചയം. ഹാവ് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ വിത്ത് അറ്റ്ലീസ്റ്റ് 50 ബെഡ്സ് ആൻഡ് പ്രായം എത്രയാണ് പറയുന്നത്? 18നും 30 വയസ്സിനും ഇടയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ശമ്പളം വന്നിട്ട് 9,300 തൊട്ട് 34,800 പ്ലസ് ഗ്രേഡ് പേ 4,600 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 12 പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ നടത്തും. മെയ് 2 മെയിൻ പരീക്ഷയുണ്ടാവും. അപ്പോൾ പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. പ്രിലിംസ് ഏപ്രിൽ 12 മെയിൻസ് മെയ് 2 ഫീസ് 3000 രൂപയാണ് കേട്ടോ. പട്ടിക വിഭാഗം EWS 2400 അവർക്ക് അത്രേ വരുള്ളൂ. ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഇല്ല. ഫീസ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.aimsexams.az.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും.
നമ്മൾ പറഞ്ഞു എന്താണ് മെയിൻസും പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ടെന്ന് പറഞ്ഞു. പ്രിലിംസ് നടക്കുന്നത് ഏപ്രിൽ 12-നും മെയിൻസ് നടക്കുന്നത് മെയ് 2-നുമാണ്. അപ്ലൈ ചെയ്യണ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 17 മറക്കരുത്. ഈ എക്സാമിന് നഴ്സിംഗ് സബ്ജക്ട്സ് അതുപോലെ തന്നെ അത് കൂടാതെ ജനറൽ നോളജും ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഇടുന്നുണ്ട്, കരിയർ ഓപ്പർച്യൂണിറ്റീസും ഇടുന്നുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.